ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ചോദ്യം ചെയ്യലിന് ശേഷം ക്രൈംബ്രാഞ്ച് ഈ മാസം 25-ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. അതേസമയം ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, എപ്പോഴാണ് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള സമയത്തായിരിക്കാം ഒരുപക്ഷെ ഈ ഷുഹൈബ് എത്തുക എന്നൊരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പ്രധാനമായും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഷുഹൈബ് ബന്ധപ്പെട്ടപ്പോൾ പ്രധാനമായും അറിയിച്ചത് ഈ അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുകയും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും വേണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുന്നത്. കൂടാതെ തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട 2 അധ്യാപകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ഇപ്പോൾ റിമാൻഡിലാണ്. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും അറിയാൻ സാധിച്ചത് ഷുഹൈബ് നൽകിയ ചോദ്യപേപ്പർ തങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഈ 2 അധ്യാപകർ വ്യക്തമാക്കിയത്. മറ്റൊന്നും തങ്ങൾക്കറിയില്ല. ഷുഹൈബ് തയ്യാറാക്കി തന്ന കാര്യങ്ങൾ തങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഷുഹൈബിനെ കസ്റ്റഡിയിൽ കിട്ടേണ്ട ആവശ്യം അന്വേഷണ സംഘത്തിനുണ്ട്. എന്നാൽ മാത്രമേ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയുള്ളൂ. ഈ മാസം 25-നകം കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. അതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കേസിന്റെ വഴികളൊക്കെ തന്നെ നോക്കുമ്പോൾ 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്യുന്നു, അവർ റിമാൻഡിലാവുന്നു. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഷുഹൈബാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഈ അധ്യാപകർ മൊഴി നൽകിയിരിക്കുന്നത്. ഷുഹൈബ് എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ തങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് തന്നെയാണ് ഈ റിമാൻഡിലുള്ള അധ്യാപകരും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ, അതായത് ഷുഹൈബിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യവും ഹൈക്കോടതിയിൽ വെക്കുമെന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേവിക, കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണമെന്ന നിലപാട് ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുമ്പോൾ ദിസ്ന, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി ഇനി പോകാനുണ്ട് എന്നുള്ളതാണ്? ബാക്കി ഇനി എന്തൊക്കെയാണ് ഉള്ളത്? തീർച്ചയായും വളരെ കൃത്യമായി ഈ 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ നൽകിയ മൊഴി പ്രകാരം അറിയാൻ സാധിച്ചിട്ടുള്ളത് ഷുഹൈബ് എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഷുഹൈബ് മറ്റൊരു ചോദ്യപേപ്പർ, അതായത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യാവലിയായിരുന്നു തയ്യാറാക്കി നൽകിയത്. പിന്നീടാണ് അത് മാറ്റി ഈ അതായത് വേറൊരു ചോദ്യം, അതായത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് വിളിച്ചു പറയുകയും അതുപ്രകാരം തങ്ങൾ പ്രസന്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ 2 അധ്യാപകർ നൽകിയ മൊഴിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഷുഹൈബാണ് ഇവിടെ, അതായത് ഷുഹൈബിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരൂ എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശമുണ്ട് ഈ ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി 25-ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തരത്തിലായിരിക്കും സഹകരിക്കുക എന്നതും സംശയമുണ്ട്. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഷുഹൈബ് പറയുന്ന വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയായിരിക്കും എന്നതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ നടപടിയാവുക എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയാൽ മാത്രമേ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഷുഹൈബിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരുടെ കരങ്ങൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വിശദമായി ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷുഹൈബ് എത്തുമെന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരി, ഓക്കെ, ശരി ദിസ്ന.